പക്ഷെ ഒരു 10,000 കപ്പാസിറ്റി ഉള്ള സ്ഥലമാണത്. ഒരു CM വരുമ്പോൾ ഒരു കളക്ടർ ഇങ്ങനെ ഇറ്റ് മീൻസ് ഒരു പബ്ലിസിറ്റി ആയിട്ടുള്ള ഒരു ആൾക്കാർ വരുമ്പോൾ പ്രൊട്ടക്റ്റീവ് കൊടുക്കാവുന്ന പോലീസുകാരോ അങ്ങനെയുള്ള ആൾക്കാരോ ആരും ഉണ്ടായില്ല. ഇറ്റ് മീൻസ് അവരുടെ, അതായത് വിജയ് സാറുടെ ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ പോലീസുകാരെന്ന് പറഞ്ഞ പേരിന് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു കൂടിയ ഒരു 300-400 പേർ മാത്രമേ ഉണ്ടായുള്ളൂ. ഈ ഏതാണ്ട് 1,00,000-ഓളം ആളുകളുള്ള അവിടെ കുറച്ച് പോലീസേ ഉള്ളൂ. ഡെമോക്രസി. നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിരുന്നില്ല? ചോദിച്ചിരുന്നു. ഞങ്ങളൊന്നുമല്ല, ഇതാവശ്യമാണ്. ഇതൊരു ഗവൺമെന്റിന്റെ കടമയാണ്, അവർ ചെയ്യേണ്ടതാണ്. പക്ഷെ ചെയ്തില്ല. പക്ഷേ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും വിജയ് നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഹോസ്പിറ്റലിലേക്കൊന്നും വരുമൊന്നും ചെയ്തില്ലല്ലോ. ഇനി അവിടെയും കൂടി വരുമ്പോൾ അവിടെ ആശുപത്രിയിലേക്കോ അല്ല മറ്റേ എയർപോർട്ടിലേക്കോ ഈ പ്രേക്ഷകരല്ലാണ്ട്, രാഷ്ട്രീയക്കാരല്ലാണ്ട് പ്രേക്ഷകർ, അതായത് പെണ്ണുങ്ങളായാലും കുഞ്ഞുങ്ങളായാലും ആരായാലും വിജയിനെ കാണാൻ ആഗ്രഹിക്കും. അപ്പോൾ പിന്നെയും തിരക്ക് കൂടും. അതുകൊണ്ട് പുള്ളി ഒന്നും പറയാഞ്ഞിട്ട് പോയേക്കണം. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ വിജയ് സാർ എന്തെങ്കിലും ചെയ്യുന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സാർ ഇതിനുള്ള ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് വലിയ തോതിൽ മുന്നേറുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത്. അപ്പോൾ ഇനി അതേതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പാർട്ടിയെ ബാധിക്കുമോ? എന്ത് ബാധിക്കാനൊന്നുമില്ല. ഇത് എവിടെ വെച്ച് സംഭവിച്ചേക്കണം? കരൂർ. സോ കൂടുതൽ പറയാൻ സങ്കടമുണ്ട്. പക്ഷേ വിജയ് സാറിൻ്റെ ഫാൻസും പിന്നെ വിജയെ ആരാധിക്കുന്ന ആരാധകന്മാരും എല്ലാവരും വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു ചെറിയ സ്ഥലം കൊടുത്തിട്ട് ഇവിടെ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പൊക്കോളൂ. പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ, ഒരു CM വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പണൻറ്റ്, ഒരു പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ കൊടുക്കാനുള്ള മര്യാദ പോലെയല്ല. ഇച്ചിരി ഓപ്പണായിട്ട് പറയുമ്പോൾ എല്ലാവർക്കും, BJP ആയാലും DMK ആയാലും ADMK ആയാലും എല്ലാവർക്കും ഏകദേശം എതിർപ്പുണ്ട്. ഇപ്പൊ ഈ വിജയ്ക്ക് എതിരെ ഉൾപ്പെടെ കേസെടുക്കും, അറസ്റ്റ് ഉണ്ടാവും എന്നാണ് അറിയുന്നത്. അങ്ങനൊന്നും ഉണ്ടാവാൻ സാധ്യത. ഇത് ആരുടെ പ്രശ്നമാണ്? വിജയാണോ പറയാൻ പറഞ്ഞ പെണ്ണുങ്ങളെയും സ്ത്രീകളെയും? പക്ഷെ ഈ ദുരന്തം കണ്ടിട്ട് ഇങ്ങനെ പറയാൻ മനസ്സില്ല. ഇത് സംഭവിച്ചു. ഇനി ഏതായാലും ഇതുപോലെ നടക്കാൻ ഒരു കാലത്ത് നീ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. മലയാളികൾ കുറെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഉണ്ടായിരുന്നു. മലയാളികൾ അപകടത്തിൽ ആരും മലയാളികളില്ലല്ലേ? അപകടത്തിൽ മലയാളികൾ ഉണ്ടോയെന്നറിയില്ല. പക്ഷെ ഏതാണ്ട് ഒരു 100 ആൾക്കാർ ഏതാണ്ട് ഇവിടെ ആശുപത്രിയിൽ, ഇവിടെ മാത്രമല്ല ഈ കരൂർ ചുറ്റുവട്ടുള്ള വലിയ വലിയ ആശുപത്രികൾ എല്ലാവരും ഇവിടെ ചേർത്തേക്കാം. ഈ താങ്കൾ ഈ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായിട്ടുണ്ട്. ഈ മലയാളികളായ അങ്ങനെ കുറെ ആളുകൾ പാർട്ടിയിലല്ല, എന്നാലും വിജയ് സാർ ഒരു മാറ്റത്തിന് അന്വേഷിക്കാതിരിക്കും. പക്ഷേ ഇവർ പാർട്ടിക്കാരാണ്. ഒരു ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ്, അതേപോലെ മറ്റാളും ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ്. ഇങ്ങനെ ഒരു ഓപ്പണൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് പൊളിറ്റിക്കലായിട്ടും പിന്നെ റൂളായിട്ടും അധികാരം എന്ന് പറയില്ലേ, അതിനായിട്ടും ഇത് ഓവർ റൂളാണ്. പാർട്ടി എങ്ങനെ കോമ്പൻസേഷൻ അതായത് ഈ ആളുകൾക്ക് കൊടുക്കുമോ, ഫാമിലിക്ക്? ഉറപ്പായിട്ട് ചെയ്യും சார் சொல்லுவாங்க. நாங்கள் கும்பகோணத்தில் நியூஸ் தெரிஞ்சு வந்திருக்கோம். இதுக்கப்புறம் தான் வெயிட் பண்ணி எல்லாம் பண்ணுவோம். இங்கே தான் இருப்போம். விஜய் அனௌன்ஸ் பண்ணுவோம். பண்ணுவாங்க. விஜய் எது சொல்கிறாரு பண்ணுவோம். அது